അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ഒരാൾ ഒരു യാത്രയുടെ ആദ്യത്തെ 4 മണിക്കൂർ 30 km/h വേഗതയിലും അടുത്ത 6 മണിക്കൂർ 50 km/h വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യത്തെ യാത്ര നമുക്ക് നോക്കാം. അവിടെ 1 മണിക്കൂറിൽ 30 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 30 km. അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂറിൽ 4 × 30 120 km ദൂരം സഞ്ചരിച്ചു. ഇനി രണ്ടാമത്തെ പകുതി നമുക്ക് നോക്കാം. അവിടെ ആദ്യ 1 മണിക്കൂറിൽ 50 km ദൂരം സഞ്ചരിച്ചു. 6 കിലോമീറ്ററിലാകുമ്പോൾ അത് 6 × 50 300 km. അതായത് ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 300 + 120 അത് 420 km ദൂരമാണ് ആകെ സഞ്ചരിച്ചത്. ഇനി ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് ആദ്യം 4 മണിക്കൂറാണ്, പിന്നെ 6 മണിക്കൂറാണ്. അപ്പോൾ ടോട്ടൽ 10 മണിക്കൂർ സഞ്ചരിച്ചു. 10 മണിക്കൂർ. ശരാശരി വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി വേഗത കാണുവാനായിട്ട് ആകെ ദൂരം ബൈ ആകെ സമയം. ആകെ ദൂരം എന്ന് പറയുന്നത് 420 ആണ്. ആകെ സമയം എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് ഈ 0യും കട്ട് ചെയ്യാം. നമുക്ക് 42 km/h. ശരാശരി വേഗത എന്ന് പറയുന്നത് 42 km/h ആണ്.